ഹായ് ഹലോ ഇറ്റ്സ് മീ ശ്രീലക്ഷ്മി. എന്തൊക്കെയുണ്ട് വിശേഷം? നമ്മൾ കുറേ നാളായല്ലേ വീഡിയോസ് ഇട്ടിട്ട്. നമുക്ക് ഫാമിലിയിൽ കുറച്ച് ഒരു പേഴ്സണൽ കാര്യമൊക്കെ ഉണ്ടായതുകൊണ്ടാണ് നമ്മൾ വീഡിയോ ഇല്ലാഞ്ഞത്. പക്ഷേ ഇനി നമ്മൾ ഫുൾ ഓൺ പവർ ആയിരിക്കും ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇന്ന് നമുക്ക് വളരെ സ്പെഷ്യലായിട്ടുള്ളൊരു ഡേ ആണ്. ഇന്ന് നമ്മൾ കാശിക്കുട്ടനെ ഡേ കെയറിൽ വിടുകയാണ്. നമ്മൾ ആലപ്പുഴയിൽ നിങ്ങോട്ട് വന്നേ പിന്നെ ആൾ ഡേ കെയറിലും അംഗനവാടിയിലും ഒന്നും പോകുന്നുണ്ടായിരുന്നില്ല. നല്ല മടിയായിരുന്നു. പിന്നെ ഇപ്പോൾ ആൾക്ക് 4 വയസ്സായി. ഇനി നമ്മൾ അങ്ങനെ ഒന്നും വിടാണ്ടിരുന്നാൽ നടക്കില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇന്ന് നമ്മൾ ഡേ കെയറിൽ പോവാണ്. അതിൻ്റെ വ്ലോഗാണ് കേട്ടോ ഇന്നുള്ളത്. 8 മണി ആകാറായി. ഇപ്പോഴെങ്കിലും കാശിക്കുട്ടനെ ഉണർത്തിയാലേ നമുക്ക് ലേറ്റ് ആവാണ്ട് എത്താൻ പറ്റത്തുള്ളൂ. ഉറക്കം ഉണർത്താനായിട്ട് നോക്കിയപ്പോഴേക്കും രണ്ടുപേരും രണ്ട് ദിക്കിലായിട്ട് നല്ല ഉറക്കമാണ്. കാശിക്കുട്ടൻ എപ്പോഴും ഉറങ്ങുമ്പോൾ അവൻ്റെ ഏതെങ്കിലും ഒരു കളിപ്പാട്ടം കെട്ടിപ്പിടിച്ചാണ് കേട്ടോ ഉറങ്ങുന്നത്. അപ്പോൾ ഇത് കഴിഞ്ഞ ദിവസം അമ്പലത്തിലെ ഉത്സവത്തിനൊപ്പം വാങ്ങിച്ച ഇത് കണ്ടിട്ട് നമ്മുടെ ഹീമാൻ്റെ വാള് പോലെയാണ് ഓർമ്മ വരുന്നത്. ആൾ ഇന്നലെയൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഡേ കെയറിൽ പോവാണ് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഇതിപ്പം നമ്മൾ ആദ്യമായിട്ടായതുകൊണ്ട് 12:30 വരെ ആയിരിക്കും നമുക്കുള്ളത്. അപ്പോൾ അതിനിടയിൽ നമ്മൾ സ്നാക്സ് കൊടുത്തിട്ടാലും മതി. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. അവിടെ നിന്നൊരു 10:45 ആകുമ്പോൾ അവർ സ്നാക്സ് കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന് ദോശ വേണമെന്നാണ് പറഞ്ഞിരുന്നത്. ഞാനാണെങ്കിൽ ഇന്നലെ ഇച്ചിരി അരി ഉഴുന്നൊക്കെ ഇട്ട് അരച്ചിട്ട് അത് ഇത്ര നേരമായിട്ട് പൊങ്ങിയിട്ടില്ല ഗൈസ്. എന്താവുമെന്ന് അറിയത്തില്ല. എന്തായാലും നമുക്ക് നോക്കാം. ഇതാണ് ഗൈസ് അവസ്ഥ. ഇതെന്ത് ഇങ്ങനെയായെന്ന് എനിക്കറിയത്തില്ല. അറിയാവുന്നവരുണ്ട് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഞാൻ എപ്പോഴും ഇങ്ങനെ അരയ്ക്കാറാണ് പതിവ്. പക്ഷെ ഇന്നലെ എന്ത് സംഭവിച്ചതെന്ന് എനിക്കറിയത്തില്ല ഗൈസ്. എന്തായാലും നമുക്ക് ഉണ്ടാക്കി നോക്കാം. ഇത് പ്ലാൻ എ ആണ്. നടന്നില്ലെങ്കിൽ പ്ലാൻ ബി ഉണ്ട്. അത് ഞാൻ വഴിയെ പറഞ്ഞു തരാം. ഓക്കെ, നോക്കാം. അതേ നമുക്ക് ഉണ്ടാക്കി നോക്കാം റെഡി ആകുമെന്ന്. ഗൈസ് നമ്മുടെ ഒരു ദോശ സെറ്റായിട്ടുണ്ട്. കുഴപ്പമൊന്നുമില്ലാണ്ട് കിട്ടിയിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഇത് ടേസ്റ്റ് ചെയ്യാം. ചൂട് വരുന്ന ദോശ അത്യാവശ്യം സോഫ്റ്റ് ഒക്കെയാണ്. പക്ഷേ ഇത് എന്തുകൊണ്ടാണ് മാവ് പൊങ്ങാണ്ടെന്ന് മാത്രം എനിക്ക് അറിയത്തില്ല. ഞാൻ മിക്കപ്പോഴും വീട്ടിൽ അരച്ച മാവ് തന്നെയാണ് യൂസ് ചെയ്യാറുള്ളത്. വളരെ ചുരുക്ക സമയങ്ങളിലാണ് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളത്. ഇതെന്ത് പറ്റിയെന്ന് എനിക്കറിയില്ല. എന്തായാലും നമുക്കിത് ഞാൻ കഴിക്കുന്നില്ല. മച്ചെന്നെ കൊണ്ട് കഴിപ്പിക്കാം. അല്ല, അങ്ങനെ രുചി വ്യത്യാസം എന്തെങ്കിലുണ്ടോ? കുഴപ്പമില്ലല്ലോ. നമ്മുടെ ഒഫീഷ്യൽ ടെസ്റ്റർ പറഞ്ഞേക്കുന്നത് കുഴപ്പമൊന്നുമില്ല എന്നാണ്. അപ്പം മാവ് സക്സസ് ആണ്. ഇനി പ്ലാൻ ബി എന്താണെന്ന് അറിയണ്ടേ? സിമ്പിൾ. ഏതെങ്കിലും കടയിൽ നിന്ന് 2 ദോശ വാങ്ങിക്കുക. അതാണ് ഗൈസ് പ്ലാൻ ബി. അപ്പോൾ എന്തായാലും ഇത് ആ ദോശ സെറ്റ് ആയതുകൊണ്ട് നമുക്ക് പ്ലാൻ എയിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യാം ഗൈസ്. അശ്വിൻ എവിടെയാണ് പോകുന്നത്? ഡേ കെയറിൽ പോവാണോ? ഡേ കെയറിൽ പോകാൻ ഇഷ്ടമാണോ? ഗുഡ് ബോയ് ആണോ അമ്മേനെ? ഒരു അമ്മയ്ക്ക് ദോശയുടെ കൂടെ കാശിക്കുട്ടന് ഇഷ്ടം ചമ്മന്തിയാണ് കേട്ടോ. അതിനായിട്ടുള്ള തേങ്ങ ചിരഴുന്നതാണ് നമ്മുടെ അടുത്ത പരിപാടി. അപ്പോഴേക്കും വാമിക്കുട്ടി എഴുന്നേറ്റ് വന്നായിരുന്നേ. വാമിക്കുട്ടി എണീറ്റോ? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. അങ്ങനെ ഇച്ചിരി നേരം വാമേനെ കളിപ്പിച്ചിട്ട് ഞാൻ നേരെ ചിരകിയ തേങ്ങയും ഉള്ളി, ഇഞ്ചി, ചെറിയ കഷ്ണം പച്ചമുളക് എല്ലാം കൂടെ ആയിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടൊന്ന് അരച്ചെടുത്തേ. കടുക് താളിക്കാനായിട്ട് നോക്കിയപ്പോൾ കറിവേപ്പില ഇല്ലായിരുന്നു. പിന്നെ വേഗം മുകളിൽ കയറിയത് അവിടുന്ന് കുറച്ച് കറിവേപ്പില എല്ലാം പറിച്ചു. ഇന്നത്തേക്കുള്ള കറിവേപ്പിലെല്ലാം പറിച്ചിട്ട് ഞാൻ വേഗം താഴേക്ക് ഇറങ്ങിയൊന്നും സമയമില്ലല്ലോ. പിന്നെ വേഗം ചീനച്ചട്ടി അടുപ്പത്തേക്ക് വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ചു, കടുകിട്ടു. അങ്ങനെ നമ്മുടെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട് കേട്ടോ. കാശിക്കുട്ടനും കൂടെ കഴിക്കേണ്ടതുകൊണ്ടാണ് ഞാൻ എരിവ് കുറച്ചെടുത്തത്. കാശിക്കുട്ടന് ദോശയിൽ എപ്പോഴും ഞാൻ നെയ്യ് ഒഴിച്ച് നല്ല ടേസ്റ്റി ആയിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. പിന്നെ ഓരോ കഥ പറഞ്ഞൊക്കെ ഇത് കഴിപ്പിക്കണം. അതാണ് വലിയ ടാസ്ക്. ആൾക്ക് പാല് കുടിക്കാൻ നല്ല മടിയാണ്. ഇങ്ങനെ ഓരോ കഥയൊക്കെ പറയുമ്പോൾ അങ്ങനെ ഓർക്കാണ്ടൊക്കെ ഇച്ചിരി കുടിച്ചാലായി. ഇനി ടിഫിൻ പാക്ക് ചെയ്യണം. അപ്പോൾ കൊണ്ടുപോകാൻ ദോശ തന്നെ മതി എന്നാണ് പറഞ്ഞത്. അങ്ങനെ 2 ദോശയും ഇച്ചിരി ചമ്മന്തിയും എല്ലാം ആയിട്ട് ഞാൻ എടുത്ത് വെച്ചു കേട്ടോ. ഇനി ഫുൾ ഡേ തൊട്ട് ഇരിക്കാൻ തുടങ്ങുമ്പോഴേക്കും ഉച്ചയ്ക്കുള്ള ലഞ്ചും എല്ലാം നമ്മൾ കൊടുത്തു വിടണം.
പിന്നെ അതാ തിളപ്പിച്ച് ആറിയ വെള്ളം ഞാൻ കുപ്പിയിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഈ സമയം കൊണ്ട് മനുഷ്യനും കുഞ്ഞിനെ കുളിപ്പിച്ച് റെഡിയാക്കി കേട്ടോ. അങ്ങനെ കാശിക്കുട്ടൻ റെഡി ആയിട്ടുണ്ട്. എനിക്ക് ആകെ നല്ല ടെൻഷനുണ്ട്. ഇത്രയും നാളും വീട്ടിലിരുന്നതല്ലേ, അപ്പം പെട്ടെന്ന് മാറി നിൽക്കുമ്പോൾ എന്തായിരിക്കും കുഞ്ഞിൻ്റെ ഒരു വഴക്കിടുവോ കരയുവോ എന്നൊക്കെയുള്ള ഭയങ്കര ഒരു പേടിയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇതാ നമ്മൾ ഡേ കെയറിലേക്ക് പോകാനായി ഇറങ്ങിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. വണ്ടി കുറച്ച് മാറിയാണ് നമ്മൾ ഇട്ടേക്കുന്നത്. അപ്പോൾ ഇനി വണ്ടി കയറിയിട്ട് വേണം നമുക്ക് അങ്ങോട്ട് പോകാനായിട്ട്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ പോയി. വെയിലിൻ്റെ കാഠിന്യം ഭയങ്കര കൂടുതലായിരുന്നു ഗൈസ്. കാശിക്കുട്ടൻ്റെ വലതുകാലൊക്കെ വെച്ച് കയറിയിട്ടുണ്ട്. ഇവിടെ വരെ കുഴപ്പമൊന്നുമില്ല, വളരെ ശരിയാണ്. അങ്ങനെ ടാറ്റയൊക്കെ തന്ന് ഫ്ലൈങ് കിസ്സൊക്കെ തന്ന് അവിടെ ഇരിപ്പുണ്ട്. 11 മണിക്ക് വന്ന് വിളിച്ചോളാനാണ് മാം പറഞ്ഞത്. അങ്ങനെ അവിടെ റോഡ് സേഫ്റ്റിയുടെ ഒരു പോസ്റ്ററൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് കണ്ടപ്പോഴേക്കും എന്താണ് ഒരാൾ ഞാൻ കയറി വണ്ടി ഓടിക്കാമെന്നും പറഞ്ഞ് കയറി ഇരിപ്പായി. വീഡിയോ ഒക്കെ കാണണം. 11 മണി പെട്ടെന്നാവുമല്ലോ എന്ന് ഓർത്തിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോയില്ല. കുറച്ച് സമയം കാറിലിരുന്നു. പിന്നെ അപ്പുറത്ത് അമ്പലത്തിൽ ഉത്സവമായിരുന്നു, അങ്ങോട്ടൊന്ന് പോയി. അമ്പലത്തിന് തൊട്ടടുത്ത് തന്നെ ഒരു കടയുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ അവിടുന്ന് 2 കുലുക്കി സർബത്ത് കുടിക്കാമെന്ന് ഓർത്ത്. എന്തൊരു ചൂടാല്ലേ. അങ്ങനെ സർബത്തിനായിട്ടുള്ള കാത്തിരിപ്പാണിത്. കുറച്ച് സമയം വെയിറ്റ് ചെയ്തെങ്കിലും നമുക്ക് നല്ല ചിൽഡായിട്ടുള്ള സർബത്തൊക്കെ കിട്ടി. അങ്ങനെ അതൊക്കെ കുടിച്ച് കഴിഞ്ഞപ്പോഴേക്കും സമയം 11 മണിയായിരുന്നു. പിന്നെ ഞങ്ങൾ വേഗം പ്ലേ സ്കൂളിലേക്ക് എത്തി. അപ്പോൾ ആ സമയത്ത് കുട്ടികൾക്ക് പ്ലേ ടൈമാണ്. അങ്ങനെ ഇതാ എല്ലാവരും പ്ലേ ഏരിയയിലേക്കൊക്കെ വന്ന് എല്ലാവരും ഭയങ്കര കളിയൊക്കെ ആയിരുന്നു. കാശിക്കുട്ടനും അവരുടെ കൂടെയൊക്കെ നിന്ന് കുറച്ചധികം നേരം കളിച്ചു. അങ്ങോട്ട് കൊണ്ടാക്കാനായിരുന്നു പാടെങ്കിൽ ഇപ്പോൾ വിളിച്ചുകൊണ്ട് വരാൻ അതിലും പാടാണ്. ഇതാ ഈ സ്ലൈഡിലോ ഈ സൈക്കിളിലോ എല്ലാം കയറി ആള് പറന്ന് നടക്കുമായിരുന്നു. അപ്പോഴേക്കും ആളുടെ ബാഗും 2 പേര് യൂണിഫോമും എല്ലാം ആയിട്ട് മിസ്സ് കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു. ഇഷ്ടപ്പെട്ടോ? നാളെ വരുമോ? അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഗൈസ്. ഇനി കുഞ്ഞിന് പാസ്പോർട്ട് സൈസ് ഫോട്ടോ വേണമെന്ന് മിസ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെടുക്കാൻ വേണ്ടി പോവാണേ. പക്ഷെ അതിന് മുമ്പ് കുഞ്ഞിൻ്റെ മുടി വെട്ടാനായിട്ടൊരു സലൂണിൽ കയറിയിട്ടുണ്ടായിരുന്നു. ഇനാഗുറേഷൻ കഴിഞ്ഞിട്ടേ ഉണ്ടായിരുന്നുള്ളൂ ആ സലൂണിൽ. അങ്ങനെ അവിടെ പോയി മുടിയൊക്കെ വെട്ടി ആൾ സുന്ദരനായി. പിന്നെ മെയിൻ കളിക്കാൻ വേണ്ടി നമ്മൾ 2 സ്റ്റെപ്പൊക്കെ ഇടുമല്ലോ. അങ്ങനെ കാശിക്കൂടെ 2 സ്റ്റെപ്പൊക്കെ ഇട്ട് ഡാൻസൊക്കെ കളിച്ചു. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ നേരെ സ്റ്റുഡിയോയിലേക്കാണ് പോയത്. ഇത് കാശിക്കുട്ടൻ്റെ ആദ്യത്തെ പാസ്പോർട്ട് സൈസ് ഫോട്ടോയാണ്. ഫോട്ടോസൊക്കെ നമ്മൾ പുറത്തൊക്കെ പോയൊക്കെ ഒരുപാട് എടുക്കുമെങ്കിലും പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഇത് ആദ്യമായിട്ടാണ് എടുക്കുന്നത്. അയ്യോ, ആ ഫോട്ടോഗ്രാഫറുടെ ക്ഷമയെ പറ്റി നമ്മൾ എന്താ പറയുക, അത് പറയാണ്ടിരിക്കാൻ പറ്റത്തില്ല. ഒരുപാട് തവണ ക്ലിക്ക് ചെയ്തിട്ടാണ് നമുക്ക് നല്ലൊരു ഫോട്ടോ കിട്ടിയത്. പുള്ളി അത്രത്തോളം നോക്കിക്കേ ചിരിച്ചേ എന്നൊക്കെ പറയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ എങ്ങനെയൊക്കെ ഒരു ഫോട്ടോ ഒക്കെ കിട്ടി ഗൈസ്. Good boy. ഡേ കെയറിൽ ആദ്യത്തെ ദിവസം ഇങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ആദ്യത്തെ ദിവസം ആയതുകൊണ്ടാണ് നമുക്ക് 11 മണി വരെയൊക്കെ ഇരുന്നത്. അപ്പോൾ ഡേറ്റ് എന്താണെന്നുള്ളത് വഴിയെ ഞാൻ വീഡിയോ ഇടാം കേട്ടോ. എന്തായാലും ഫോട്ടോ കണ്ടപ്പോഴേക്കും ഭയങ്കര സന്തോഷമായി. ആദ്യത്തെ ഫോട്ടോ അല്ലേ, എങ്ങനെയുണ്ട്, ഇഷ്ടമായോ? കമൻറ്റ് ചെയ്യണം കേട്ടോ ഇഷ്ടമായെന്നുള്ളത്. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ വീഡിയോ. ടാറ്റ ബൈ, സീ യു സൂൺ.